ഞാൻ എനിക്ക് ഈ മിമിക്രിയിൽ റിമി ടോമിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ള ഞാൻ ആദ്യമായിട്ടാണ്. പലരും പറയുന്നുണ്ട് വേറെ ആരൊക്കെയാണെന്നൊക്കെ പറയുന്നത്, പക്ഷേ ഏറ്റവും ആദ്യം കോമഡി കസിൻസ് ഞങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് രമേശ് ചെന്നിത്തലേനെ, MG ശ്രീകുമാറിനെ, അങ്ങനെ കുറേ സാധനം, മുരളീധരൻ, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഏറ്റവും ആദ്യം ഇമിറ്റേറ്റ് ചെയ്തത് ഞാൻ. അതൊക്കെ നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൊന്നുമില്ല, അതൊക്കെ അതിൻ്റെ അപ്പിയറൻസിൽ വരുന്ന ചേഞ്ചസ്. അല്ല, ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അന്നേരം ഇവരെന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ ഒരു മനസ്സ് വരുന്നുണ്ടോ ആ സമയത്ത്? അതുണ്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. കാര്യം അത് ഉണ്ടാകാൻ കാരണം വേറെ ഒന്നുമല്ല. ഒരു തവണ ഫസ്റ്റ് ടൈം റിമി ടോമിനെ ഇമിറ്റേറ്റ് ചെയ്തു, നന്നായിട്ട് നല്ല അഭിപ്രായം കിട്ടി ഏഷ്യാനെറ്റിൽ വെച്ചിട്ട്. അപ്പം ശ്രീകണ്ഠൻ നായരടക്കം എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഏഷ്യാനെറ്റിൻ്റെ ക്യാൻറ്റീനിലിരിക്കുന്ന സമയത്ത് ഒരു പെണ്ണ് ഓടി വന്നിട്ട്, റിമി ടോമി ഓടി വന്നിട്ട്, ചേട്ടാ അതെ ഞാൻ ചേട്ടൻ എന്നെ ഇമിറ്റേറ്റ് ചെയ്ത് ശരിയായില്ല, മറ്റേ കുറച്ച് അങ്ങനെ കാണിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവം പറഞ്ഞു. ഞാനൊന്നും വേണ്ടിയില്ല, ഞാൻ ഇങ്ങനെ അയ്യടാന്നായിപ്പോയി. എന്നിട്ട് ഞാൻ ശ്രീകണ്ഠൻ സാറിനോട് പറഞ്ഞു, സാർ ഇങ്ങനെ റിമി ഇങ്ങനെ വന്നിട്ട്, അപ്പോൾ അവൾക്കറിയാൻ വേണ്ട കാര്യം, നമ്മൾ ഫേമസ് ആയിട്ടുള്ള ആളുകളല്ലേ നമ്മൾ കളിയാക്കുക, അത് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. കാര്യം റിമി അത് കഴിഞ്ഞിട്ട് പിന്നെ റിമിയായിട്ട് നല്ല കമ്പനി, റിമിയുടെ ഹസ്ബൻഡും ഞങ്ങളൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. അല്ല, എനിക്ക് തോന്നുന്നു ഇമിറ്റേറ്റ് ചെയ്യുന്ന ഉൾപ്പെടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ, അതായത് ഒരാളെ നമ്മൾ പ്രശസ്തനാക്കുകയാണ് സത്യം പറഞ്ഞാൽ. തീർച്ചയായിട്ടും നമ്മുടെ മിമിക്രിക്കാരില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയക്കാരൊന്നും ആരും പ്രശസ്തരാവില്ല. അറിയില്ലായിരുന്നു, സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയില്ലായിരുന്നു. സിനിമാ താരങ്ങളെ പോലെ അനുകരിക്കപ്പെടുന്നവരാണ് ഇപ്പോൾ. കാര്യം പണ്ടുണ്ടായിരുന്നില്ല, പണ്ട് ഉള്ള ഈ മിമിക്രിക്കാരൊന്നും ആരും ഇമിറ്റേറ്റ് ഈ രാഷ്ട്രീയക്കാരെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അവരൊന്നും ഫേമസ് ആയിരുന്നില്ല. ഓക്കെ, എവിടെയാണ് സ്വദേശം ബൈചേട്ടൻ്റെ? ഞാൻ എറണാകുളം വടുതല. അപ്പോൾ എങ്ങനെയാണ് കുടുംബത്തെ കുറിച്ചൊക്കെ? കുടുംബത്തെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം. ഭാര്യ, 2 കുട്ടികൾ. മോൻ മൂത്തത് ആൺകുട്ടി, 17 വയസ്സായി, അമൽ ജോസ് ആന്റണി. ഈ ഫീൽഡിലേക്ക് ഇറക്കണ്ടോ? അവൻ നന്നായിട്ട് പാടും. പാടും. മോള് ഇളയത് ഇപ്പോൾ 8 വയസ്സാവണു. അവള് നന്നായിട്ട് വരയ്ക്കും. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ കഴിവുകളും അവർക്കും 2 പേർക്കും കിട്ടിയിട്ടുണ്ട്. വരക്കോ? ഞാൻ ശരിക്കും ഫൈൻ ആർട്സ് ആണ്. ഞാൻ ബേസിക്കലി ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ, ഫൈൻ ആർട്സ്. പിന്നെ ഞാനൊരു ആർക്കിടെക്റ്റിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നത്, പെർസ്പെക്റ്റീവ്സ് വരയ്ക്കാനായിട്ട്. അപ്പോൾ അതിനിടയ്ക്കാണ് ഞാൻ ഹരിശ്രീയിൽ ഇങ്ങനെ വരികയും മിമിക്രിയിലൂടെ പിന്നെ നമ്മൾ ഈ ആർട്ടിസ്റ്റുകൾക്ക് ജനങ്ങളുടെ കയ്യടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടി ശീലിച്ചവന് അതിനന്ന് മാറാൻ. ചിലപ്പോൾ ഒരു ഐറ്റത്തിന് വേണ്ടി കയറുന്നത് പിന്നെ 9 ഐറ്റം കഴിഞ്ഞാൽ ഇറങ്ങുള്ളൂ അല്ലേ? സ്റ്റേജും ഓഡിയൻസും പിന്നെ അതിൻ്റെ ഒരു സുഖം വേറെ. അല്ല, അങ്ങനെ ഒരു കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു ഈ മിമിക്രിയിൽ വരുമ്പോൾ കുറച്ചും കൂടി ഓഡിയൻസിന് ഇമ്പോർട്ടൻസ് ആണ്. ഒരു കൂവലും അത് ചിലപ്പോൾ ഒരു മൈൻഡ് നമ്മൾ ഡെസ്പായി പോകുന്നുണ്ട്. അങ്ങനെ ബൈജുചേട്ടൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്ട്? ശരിക്കും നമ്മൾ ഒരുപാട് പേര് കൂവിയാൽ നമുക്കൊന്നും തോന്നില്ല. ഒരുപാട് പേരില്ലേ അവർ കൂവണം, ഇതാരാ നമുക്കറിയില്ല. സ്റ്റേജിൽ ഒരു ഫ്രണ്ടിൽ നിന്ന് ഒരാളെ എന്നിട്ട് കൂവിയാന്നൊന്നും തകർന്നു. എനിക്ക് അനുഭവം ഉണ്ടായത്, നമ്മൾ ഈ മാരാരിക്കുളത്ത് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഈ ആലപ്പുഴ. നമ്മുടെ അച്യുതാനന്ദൻ സാറിൻ്റെ ഇതായിരുന്നു. അപ്പം നമ്മൾ സ്കിറ്റുകളൊക്കെ ഇങ്ങനെ എപ്പോഴും ചാണ്ടി സാറിനെയും അച്യുതാനന്ദൻ സാറിനെയൊക്കെ നമ്മൾ ഒരിക്കലും കളിയാക്കുന്നില്ല, ഇമിറ്റേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ നമ്മൾ ചാണ്ടി സാറിൻ്റെ ഒരു ഐറ്റത്തിൽ ശ്രീകണ്ഠൻ നായർ നടുക്കിക്കുന്നു, ഉമ്മൻചാണ്ടി സാറും അച്യുതാനന്ദൻ സാറും അപ്പുറത്ത് നിൽക്കുന്നു. അപ്പോൾ ശ്രീകണ്ഠൻ സാറ് ചോദിക്കുന്നു, സാർ നിങ്ങൾ രാഷ്ട്രീയക്കാർ കലാകാരന്മാരല്ല എന്ന് പറയുന്നതിൽ വല്ല സത്യമുണ്ട്? അപ്പോൾ അത് വളരെ അസൂയക്കാർ പറഞ്ഞിട്ടുണ്ടാകും. ഞാൻ അസലായിട്ട് പാടും, ഞാനൊരു പാട്ട് പാടാം എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ അച്യുതാനന്ദൻ സാറിനെ ഇമിറ്റേറ്റ് ചെയ്ത് അദ്ദേഹത്തിനെ പൂഴ്ത്തിക്കൊണ്ട് ഒരു പാട്ട് പാടുകയാണ്. അപ്പോൾ ഓക്കെ സാർ പാടിക്കോളൂ എന്ന് പറയുമ്പോൾ ഈ പാട്ടാണ്. എന്തേ മാമന് കറുപ്പു നിറം, എന്തേ മുഖ്യനിത്ര കറുപ്പു നിറം, മൂന്നാറിൽ കറങ്ങിയതിനാലോ, പെരിയാറിൽ കുളിച്ചതിനാലോ, അച്ചുമാമേ ചൊല്ലു നീ സ്വന്തം പാർട്ടിക്കാർ കരി തേച്ചതാണോ, എന്തേ? ഈ പാട്ടങ്ങാട് കേട്ടതും ഫ്രണ്ടിൽ നിന്ന് കുറച്ച് പേരിങ്ങോട്ട് എഴുന്നേറ്റ് ഒരാളെങ്ങനെ പിടിച്ചേക്കാം,
എനിക്കിങ്ങനെ കാണാം പച്ചക്ക് ഒരാളെ, ഒരു തടി മോഡൽ ആള്, പാർട്ടിക്കാരൻ എഴുന്നേറ്റ് സ്റ്റേജിൽ കയറുമ്പോൾ അവനെ കൊല്ലും പറഞ്ഞിട്ട്. പിന്നെ എന്റെ കൈകാലം പറിച്ചെന്ന് പറഞ്ഞെങ്കില് എനിക്ക് പിന്നെ അച്യുതാനന്ദൻ ശബ്ദമൊന്നും വരുന്നില്ല. പിന്നെ ഞാനാണോ അച്യുതാനന്ദനാണോ കുമ്മൻ, ഞാൻ ആരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ ഞാൻ പറഞ്ഞു കണ്ണീന്നൊക്കെ ഇങ്ങനെ പോകാറെന്ന് പറയും. അവസാനം ക്ലൈമാക്സ് പറഞ്ഞ് പെട്ടെന്ന് നിർത്തിയിട്ട് ബാക്കിലേക്ക് പോയി കളഞ്ഞിട്ട് പെട്ടെടുത്ത്. അപ്പൊ കൂടെ നമ്മുടെ പുനപ്ര പ്രശാന്തായി ഇപ്പൊ വൈകി അവന്റെ ഷോ ആയിരുന്നു. അവൻ പറഞ്ഞു പൊക്കോ ഇവിടെ വിട്ടോ. നേരെ അതിന്റെ പേയ്മെന്റ് ഒക്കെ റെഡിയാക്കി ഞങ്ങളെ ബാക്കിൽ കൂടി കുറച്ച് ദൂരം ആളറിയാണ് നടന്നു. അതെൻ്റെ ലൈഫിൽ കാര്യം ഞാൻ പറഞ്ഞു, ഒരു 7 കടലും കടന്ന് അക്കരെ ചെന്നിട്ട് അവിടെയുള്ള മലയാളികളുടെ ഇടയിൽ അത് ഇത്രയും ഇന്ത്യയിൽ നമ്പർ 1 എന്ന് പറയപ്പെടുന്ന ജഗതി ശ്രീകുമാറിൻ്റെ വായിൽ നിന്നും ഒരു പുകഴ്ത്തലും അദ്ദേഹം വഴി അങ്ങനെ ഒരു സംഭവം, അത് ഭയങ്കര മറക്കാൻ പറ്റില്ല. പിന്നെ അതുകൂടാതെ എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞെങ്കിൽ ആ ഷോയ്ക്ക് തന്നെ ഞങ്ങളുടെ സുദീപ് ഉണ്ടായിരുന്നു, സിംഗർ, നാഷണൽ സ്റ്റേറ്റ് അവാർഡ് വിന്നർ. സുദീപ് ഏട്ടനാണ് പാട്ട്, പുള്ളിയാണ് പാടിക്കൊണ്ട് ഗാനമുള്ള. ആ പുള്ളിയുടെ അന്ന് ഹിറ്റായിട്ടുള്ള ഒരു പാട്ട് മാടമ്പിയിലൊരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് അപ്പോൾ പുള്ളി ഒരു 3-4 ഷോ കഴിഞ്ഞപ്പോഴേക്കും അന്ന് ആ ടൈമിൽ USA ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് പനിയായി, തൊണ്ടവേദനയായി, പാടാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഒരു പാട്ടൊക്കെ പുള്ളി അഡ്ജസ്റ്റ് ചെയ്ത് പാടും, ബാക്കി പാട്ടുകളൊക്കെ പാടാൻ പറ്റില്ല. അപ്പോൾ 2 പാട്ട് ഞാൻ പാടിയെന്നു. അത് എൻ്റെ സ്കിറ്റുകളൊക്കെ വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ. ആ സ്കിറ്റുകൾ ഞാനും ബാബു മാത്രമുള്ള മെയിനായിട്ട്. അപ്പോൾ ആ സ്കിറ്റും കളിക്കണം, ഈ പാട്ടും പാടണം. അതിനിടയ്ക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വേറെ ഇൻട്രൊഡക്ഷനിൽ കുറച്ച് സാധനങ്ങൾ, റസൂൽ പൂക്കുട്ടിയും മറ്റേ പുള്ളി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ. അപ്പോൾ എല്ലാം ചെയ്തപ്പോൾ ഞാൻ സ്റ്റേജിൽ കഴിഞ്ഞ ഞാൻ വിഷമിച്ചായിരിക്കും പറഞ്ഞത്. കഴിഞ്ഞപ്പോഴേക്കും നോക്കിയപ്പോൾ എൻ്റെ പെട്ടിയിലേക്ക് എൻ്റെ ഡ്രസ്സസ് മടക്കി വെക്കുന്നു ജഗതിച്ചേട്ടൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ എന്തൊക്കെ കാണിക്കണേ? ഞാൻ ചെയ്തോളാം. വേണ്ട നീ സ്റ്റേജിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടു, ഇത് ഒന്നും ചെയ്യണേ. അപ്പോൾ ആ പുള്ളിയുടെ മനസ്സിൽ എൻ്റെ കണ്ണീന്ന് വെള്ളം വന്നു. കാര്യം ഒരു കലാകാരനെ അംഗീകരിക്കാനും തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മനസ്സ് ഭയങ്കര, അതൊരു വലിയ അംഗീകാരമാണ് സത്യത്തില്. നമ്മളത് എനിക്ക് മനസ്സിലാവും ചേട്ടൻ പറയുമ്പോൾ തന്നെയുള്ള ഒരു മാനസികാവസ്ഥ, അത് ഭയങ്കര അനുഭവം. ദെൻ ഇനിയിപ്പോ ഈ മിമിക്രി ഫീൽഡിൽ തന്നെ, അതായത് ഇനി ഏത് ലെവലിൽ എത്തണം എന്നാണ് ബൈജു ചേട്ടൻ്റെ ഒരു ആഗ്രഹം? ഇപ്പോൾ ഏകദേശം നല്ലൊരു പൊസിഷനിൽ ഹൈ ലെവലിൽ നിൽക്കുന്നുണ്ട്. അതിനേക്കാളും മുകളിൽ വേറെ എന്താണ് ആഗ്രഹം? മിമിക്രി ഫീൽഡിൽ എന്ത് ചെയ്യണമെന്നാണ്? എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ? അല്ല, ഈ കോൺട്രിബ്യൂഷൻസ് എപ്പോഴും എന്തെങ്കിലും എന്നാൽ കഴിയുന്നത് മാക്സിമം വെറൈറ്റീസ് ആണെങ്കിലും ചെയ്യണം. അത് ചെയ്തുകൊണ്ടിരിക്കണം. അത് നമ്മുടെ കഴിവ് പോലെ, നമ്മുടെ പ്രയത്നം പോലെ വരുന്നതാണത്. അത് ഇങ്ങനെ ആസ് യൂഷ്വൽ അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ഞാനായിട്ട് അഡീഷണൽ ഒന്നും ചെയ്യാനില്ല. എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇനി അടുത്ത കുറച്ച് നാളുകൾ? ഉണ്ട്. പുതിയൊരു സ്കിറ്റ്, ഇതുപോലെ തന്നെ പെയിന്റിങ് തന്നെയാണ്. അതും ഒരു വെറൈറ്റി സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട്. വൺ മാൻ ഷോ ആണത്. അതൊരു ഫിഗറുകളും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് സാധനം. ക്ലൈമാക്സ് വിളിക്കണ്ട, അതിന് മുമ്പ് സുരാജ് പോയി ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സാധനം പ്ലാൻ ചെയ്യണ്ട. എപ്പോഴും ഞാൻ പറ്റി നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഫ്രീ ആയിട്ട് എവിടെ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഇത് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അത് എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഒരു പ്രത്യേകത. അത് എന്താണ് ഇനി ചെയ്യേണ്ടത്, ഇങ്ങനെ ആ സംഭവം. അപ്പം അങ്ങനെ അത് വെറൈറ്റികൾ എന്താക്കണം, ഇതുവരെ കാണാത്ത എന്താണ് കൊടുക്കാൻ പറ്റുക എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ, അങ്ങനെ കുറേ സാധനങ്ങൾ. ഇനിയിപ്പോൾ ഒരെണ്ണം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതും എനിക്ക് വിശ്വാസമുണ്ട്, ദൈവം അനുഗ്രഹിച്ചത് 100 ആവുമെന്ന്. ആവട്ടെ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ചെറിയ നാളിൽ, അതായത് എനിക്ക് കോളേജിൻ്റെ കാലഘട്ടത്തിൽ തന്നെ മിമിക്രി ഫീൽഡിലേക്ക് എത്തിപ്പെട്ടു ആണോ? ഞാൻ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു മോണോ ആക്ടിങ്. എൻ്റെ ചേട്ടനായിരുന്നു ശരിക്കും ഈ മോണോ ആക്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത് ശരി. അപ്പോൾ പുള്ളീനെ കണ്ടിട്ടാണ് ഞാൻ ഈ ഫീൽഡിൽ, പിന്നെ പുള്ളി പതിക്കാൻ നിർത്തി. അപ്പോൾ കൊച്ചുനാളിൽ ചേട്ടനായിട്ട് തിരികൊളുത്തിയ കലാജീവിതമാണ്. മോണാക്റ്റുകാരനായിരുന്നു ചേട്ടൻ, കലാജീവിതം തിരികൊളുത്തി കൊടുത്തു. അവിടെ ചേട്ടൻ നിർത്തി, അനുജൻ അങ്ങോട്ട് ക്ലച്ചും ബ്രേക്കും ചവിട്ടി ആക്സിലേറ്ററും ചവിട്ടി അങ്ങോട്ട് വിട്ടു. അതെ, ഇവിടെ വരെ എത്തി. അത് ബൈബിളിലൊരു വേർഡുണ്ട്, മറ്റേ ഒരു എന്താ പറയുക, താലന്തുകളുടെ ഉപമ പറയുന്നുണ്ട് ജീസസ്. അതായത് നമുക്ക് 1 താലന്ത് ഉണ്ടായിരുന്നവൻ 10 താലന്ത് കൊടുത്തവൻ്റെ കഥകളുണ്ട്. അപ്പോൾ 10 താലന്ത് ഉള്ളവൻ അത് ഇരട്ടിയാക്കി. അപ്പോൾ അങ്ങനെ താലന്ത് ബൈബിളിൽ പറയുന്നത് ടാലൻ്റാണ്. ശരിക്കും ദൈവം കൊടുക്കുന്ന ടാലൻറ്റുകൾ നമ്മൾ മൂടി വെക്കുന്നതാണ് ഏറ്റവും വലിയ ദൈവത്തോടുള്ള നിന്ദയും നമ്മളോട് തന്നെയുള്ള ഒരു ബഹുമാനക്കുറവും നിന്ദയുമാണ് ശരിക്കും. അത് തന്നത് നമ്മളെപ്പോഴും പൂശ് ചെയ്യുക. പൊന്നെന്ന് പറഞ്ഞ സാധനത്തിന് തുടച്ചു വെച്ചാൽ മാത്രമേ അതിന്
മാറ്റു കൂടുള്ളൂ, ഉരുക്കി എടുക്കണം എപ്പോഴും. അതുപോലെ നമുക്ക് ഇപ്പോഴും ഞാൻ പള്ളിയിൽ പാടാൻ പോകില്ല, ഞായറാഴ്ച കൊയറുണ്ട്, ഞാൻ തന്നെ കീബോർഡ് വായിക്കും, എൻ്റെ മോന് പാടും. ഞങ്ങൾ അങ്ങനെ ഒരു കൊയർ ഇപ്പോഴും എല്ലാ ഞായറാഴ്ച ഉണ്ട്. അത് നമ്മൾ വേണ്ടാന്ന് വെക്കാൻ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ തിരക്കുകളനുസരിച്ച് അത് വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ അത് ഒഴിവാക്കാൻ എൻ്റെ മനസ്സനുവദിക്കാറില്ല. കാര്യം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങളാണ് ഇന്ന് എനിക്കിപ്പോൾ ഇവിടെ ഇരിക്കാൻ തന്നെ അർഹത ഉണ്ടാക്കി. ഇപ്പോൾ 2 മക്കള്, ഒരാൾ വരക്കും, ഒരാൾ പാടും അല്ലേ? വൈഫിന്റെ കലാപരമായിട്ടുള്ള വൈഫ് എന്ന് പറഞ്ഞെങ്കിൽ ഇതിൻ്റെയൊക്കെ വൈഫ് പാടില്ല, വരക്കില്ല, പക്ഷെ ഇതിനെല്ലാം ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതാണ് കോർഡിനേറ്റർ. പ്രോഗ്രാം കോർഡിനേറ്റർ. ഇപ്പൊ ഞാൻ തന്നെ ഒരു ഫിഗർ ആണെങ്കിലും എന്തെങ്കിലും ഒരു മിമിക്രി ഐറ്റം വൺ മനുഷ്യ എന്തെങ്കിലും ചെയ്യാനായിട്ടാണെങ്കിലും സംഭവമാണെങ്കിൽ ആദ്യം ഞാൻ അവിടെയാണ് കാണിക്കുന്നത്. അത് പോരായ്മകൾ കറക്റ്റായിട്ട് പറയും, എന്നിട്ട് ഞാൻ സ്റ്റേജിൽ ചെയ്യാറുള്ളൂ. കറക്റ്റായിട്ട് അത് അങ്ങനെ ചെയ്യുന്ന മറ്റേതായിരിക്കോ എന്ന് ചോദിക്കും. അപ്പൊ മറ്റേത് കൊള്ളൂല എന്നൊന്നും പറയില്ല, മുഖത്തടിച്ച് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം കയറും, എനിക്ക് പെട്ടെന്ന് ദേഷ്യം കയറും. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരിക്ക് അറിയാം മറ്റേത് അങ്ങനെ നന്നായിരിക്കോട്ടെ, അങ്ങനെ ഇങ്ങനെ പറയും. അപ്പൊ എനിക്ക് മനസ്സിലാവും പോരാന്ന്. അപ്പൊ ഞാൻ വരും. അപ്പൊ ശരിക്കും വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടുണ്ട്. എൻ്റെ ഫാമിലിയാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്, എൻ്റെ ഭാര്യയും എൻ്റെ 2 പിള്ളേർ. ഇപ്പം ഞാൻ എന്ത് ചെയ്താലും അവര് പ്രോത്സാഹിപ്പിക്കാൻ, എനിക്കറിയാൻ പറ്റും ചെയ്ത് ശരിയായിട്ടില്ലെന്ന് എനിക്ക് തോന്നിയാലും അവര് അപ്പൊ ഇത് നന്നായിട്ടില്ല. അങ്ങനെ പിള്ളേര് 2 പേരും ഭയങ്കര ഒരു സപ്പോർട്ടാണ് എനിക്ക്. ഞാൻ പള്ളി പാടുന്നതുകൊണ്ടും അതുകൊണ്ട് ഞാൻ പള്ളിയിലെ പാട്ടിൻ്റെ 2 വരി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു 2 വരി ഞാൻ പാടും. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. നന്നായിട്ട് പാടി. എന്നിട്ടാണ് പറഞ്ഞത് ഞാൻ പാട്ട് പാടിയിട്ടുണ്ടോ, പാട്ട് പാടുന്ന കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ എന്നൊക്കെ. ശരി, ഇനി കുറച്ച് ചുമയൊക്കെ ഒന്ന് മാറിയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിൽ പിടിച്ചോളാം. ചുമ മാറി കഴിഞ്ഞാൽ പ്രശ്നം, അടുത്ത പിന്നെ ഗമയാണ്. ചുമ കഴിഞ്ഞ പിന്നെ ഗമയാണ്, പിന്നെ അവസാനം കമാന്ന് പറയുന്നു. ഓക്കെ, എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം? ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ബൈജു ജോസ് എന്ന വ്യക്തി എന്നും ബൈജു ജോസ് ആയിരിക്കാൻ ദൈവം അനുഗ്രഹിക്കണം. അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് സിനിമയിൽ അതെല്ലാം ദൈവം തരുന്നതാണ്. അതൊക്കെ നമ്മൾ വർക്ക് ചെയ്യുക, നമുക്ക് ചെയ്യാമെന്ന് നമ്മൾ ചെയ്യുക. എല്ലാം മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെ അത്രയെന്ന് പറഞ്ഞ പോലെ അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ വർക്ക് ചെയ്യുക, ആക്കുന്നതാണ് നമ്മളെ ദൈവം ആക്കുന്നതാണ് നമ്മളാവുക. അതെ, പ്രസന്റ് ആണ് ലൈഫ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്തായാലും 1 TV പ്രേക്ഷകരോടായിട്ട് എന്താണ് പറയാനുള്ളത്? നമ്മളൊരു 1 TV പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, കലാകാരന്മാരെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, ആരെയും നിരുത്സാഹപ്പെടുത്തരുത്. ഉള്ള ആളുകളെയും വരുന്നവരെയും പ്രോത്സാഹിപ്പിക്കുക. എല്ലാ ചാനലുകാരും ചെയ്യുന്ന പ്രവൃത്തി എന്തായാലും 1 TVയിലെ എല്ലാ പ്രേക്ഷകർക്കും എന്നെപ്പോലുള്ള ഒരു ചെറിയ ഒരു കലാകാരനെ ഇത്രയും നേരം ശ്രവിച്ചതിലും സന്തോഷമുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ മുന്നോട്ടുള്ള എൻ്റെ വളർച്ചയിൽ എല്ലാവരും പ്രാർത്ഥിക്കണം, പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു. അപ്പോൾ ചേട്ടാ, ഇനിയും ഒരുപാട് നാളുകൾ അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. ബൈജു ജോസ് എന്ന ലേബലിൽ തന്നെ അറിയപ്പെടട്ടെ, നല്ല നല്ല അവസരങ്ങൾ കിട്ടട്ടെ, വെറൈറ്റീസ് ആയിട്ടുള്ള സ്കിറ്റുകൾ വരട്ടെ, എല്ലാ മലയാളികളും പൊട്ടിച്ചിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ബൈജു ജോസ് ആണ്. ബൈജു ജോസിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഒരുപാട് പെർഫോമൻസ് ഒക്കെ ചെയ്തു. അതെല്ലാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഓൺ ദി സ്പോട്ട് ഇവിടെ തീരുകയാണ്. വീണ്ടും അടുത്ത ഓൺ ദി സ്പോട്ടിൽ മറ്റൊരു ഗസ്റ്റുമായിട്ട് കാണുമ്പോഴേക്കും ദിസ് ഇസ് സുരാജ് സൈനിങ് ഓഫ് ഫ്രം ഓൺ ദി സ്പോട്ട്.